ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് എക്സസൈസ് 9.4 ആണ്. +2 മാത്സിലെ 9ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസിലെ 4ാമത്തെ എക്സസൈസാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, ഫോർ ഈച്ച് ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഇൻ എക്സസൈസ് 1 to 10 ഫൈൻഡ് ദി ജനറൽ സൊല്യൂഷൻ. എന്താണ് 1 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസിന് ജനറൽ സൊല്യൂഷൻ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ മുമ്പുള്ള ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്, എന്താണ് നമുക്കെന്താണ് വൈയുടെ എക്സിലുള്ള വൈയുടെ ഒരു ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ നമുക്ക് എഴുതാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ എഫ് ഓഫ് എക്സ് വൈനെ നമുക്ക് എച്ച് ഓഫ് എക്സും ജി ഓഫ് വൈയുമായിട്ട് എഴുതാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, അതായത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ എഴുതാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് പറയുന്നത്. എന്താണ് നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണ് y ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടൊരു സൊല്യൂഷൻ കിട്ടും. അത്രേ ഉള്ളൂ. എന്താണ് dy ബൈ dx ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ആണ്. വേറെ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എന്തെന്നാണ് എച്ച് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് വൈ. എനി ടു വേരിയബിൾസ് എന്താണ്, അല്ലെങ്കിൽ എനി ടു ഫങ്ഷൻസ്, രണ്ട് സെപ്പറേറ്റ് ഫങ്ഷൻസ് ആയിരിക്കണം. ഒന്ന് എക്സിലും മറ്റൊന്ന് വൈയിലും ആയിരിക്കണം. ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, പരസ്പരം ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അവരെ സെപ്പറേറ്റ് എടുത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. സോ നമുക്ക് എന്താണ് സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷൻ കിട്ടും. അപ്പോൾ ഇവിടെ അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കുക, സിമ്പിളാണ്. അപ്പോൾ എന്താണ് നമുക്ക് ഇത് ചെയ്ത് നോക്കാം. ഇവിടെ dy ബൈ dx ഈക്വൽ ടു 1 മൈനസ് കോസ് എക്സ് ബൈ 1 പ്ലസ് കോസ് എക്സ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. ഞാൻ y ഡാഷ് എന്ന് എഴുതുന്നു. y ഡാഷ് ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് എക്സ് ബൈ 1 പ്ലസ് കോസ് എക്സ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് കോസ് 2x ഇസ് ഈക്വൽ ടു എന്താണ് ഒരു സാധനമുണ്ട്, കോസ് സ്ക്വയർ 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1, അതുപോലെ തന്നെ 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഉണ്ട്, 2 എന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ഇവിടെ ഈ കിടക്കുന്ന ആളെന്താണ് എക്സ് മാത്രം ഉള്ളത് കൊണ്ടാണ്, എന്നുവെച്ചാൽ വൈയുടെ ഒന്നും മീൻസ് വൈയുള്ള ഫങ്ഷൻസ് ഒന്നും നമുക്കില്ല, മനസ്സിലാവുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കോസ് 2x ഈക്വൽ ടു എന്താണ് 2 ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്തെന്ന് എഴുതാം, 1 പ്ലസ് കോസ് 2x ഈസ് ഈക്വൽ ടു എന്താണ് 2 കോസ് സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ 2നെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കുക, മനസ്സിലായോ. പിന്നെന്താണ് ഇവിടെ 1 മൈനസ് 2 സൈൻ സ്ക്വയർ, അപ്പോൾ ഇതും അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എന്തെന്ന് എഴുതാം, കോസ് 2xന് പകരം ആരാണ് ഇതിനെ ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ എന്താവും മൈനസ് ആവും, അല്ല അതാ ഈ സാധനത്തിന് സൈൻ 2 സൈൻ സ്ക്വയർ എക്സ് ഉണ്ടല്ലോ, അത് ഇങ്ങോട്ട് ഇടും. 2 സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, 1 മൈനസ് കോസ് 2x എന്ന് എഴുതാം. അപ്പോൾ എന്താണ് ഇവിടെ 2 ഇട്ട് കൊടുക്കുക, കോസ് എക്സ് എന്ന് വെക്കുക. അപ്പോൾ നമുക്ക് എന്താണ് ഈ രണ്ട് സാധനങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്താ കിട്ടുക, ആദ്യം ആരാ കൊടുക്കുന്നത് 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ആണ്, ബൈ 2 ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ബൈ 2 ആണ്. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും, സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ബൈ 2 ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, ടാൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് എഴുതാം. ഇനി എന്താണ് ഈ സാധനം എന്താണ്, dy ബൈ dx ആണ്. നമുക്കെന്താണ് വേരിയബിൾ സെപ്പറബിൾ ഫോമിലാണുള്ളത്, അതായത് ഇയാൾ കിടക്കുന്ന എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ് ഒരു എച്ച് ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എച്ച് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതാം. അപ്പോൾ എന്താണ് ടാൻ സ്ക്വയർ എക്സ് ബൈ 2 ഇൻറ്റു ഡി എക്സ്, ഇത് മായ്ച്ച് കളയാം. ഇനി എന്താ ചെയ്യുക, ഇൻറ്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിലും എന്താണ് സെപ്പറേറ്റ് ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, y ഈസ് ഈക്വൽ ടു എന്ന് കിട്ടും. ഇവിടെ ഇതിപ്പോൾ ടാൻ സ്ക്വയർ ഒരു ഫംഗ്ഷൻ ടാൻ സ്ക്വയർ എക്സ് ബൈ 2 ഉണ്ട്, അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, സീക്ക് സ്ക്വയർ എക്സ് ബൈ 2 മൈനസ് 1 എന്ന് എഴുതാം. ഇനി എന്താണ് ഇയാൾ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക,
അപ്പോൾ ഇതിനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? tan x/2 എന്ന് കിട്ടും. പിന്നെ എന്താണ്? -1 dx ഉണ്ട്. അപ്പോൾ ഇതിനെ -x എന്ന് കിട്ടും. പിന്നെ എന്താണ്? ഒരു പ്ലസ് സിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ y = എന്തെന്ന് കിട്ടി? tan x/2 - x + c എന്ന് കിട്ടിയിട്ടുണ്ട്. സോറി, ഈ സാധനത്തിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഒരു 1/2 കൂടി വരും. അത് എന്താണ്? ഇവിടെ എഴുതി കൊടുക്കണം. അപ്പോൾ എന്ത് വരും? 2 tan x/2 - x + c എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് എന്ത്? ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആരായിരുന്നു? y' tan square x/2 എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ 1 - cos x / 1 + cos x ആയിരുന്നു y'. നമുക്ക് y എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്? y = 2 tan x/2 - x + c എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എന്ത്? ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ എന്താണ്? ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു പറയാം ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇത് ഈ കിടക്കുന്ന സാധനമാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തെന്ന് പറയുമ്പോൾ എന്താണ്? dy/dx = √4 - y² ആണ്. അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എന്താണ്? dy/dx = √4 - y² ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? ഇതിലിപ്പോൾ എന്താണ്? ഇവിടെ y മാത്രമുള്ള ഒരു ഫംഗ്ഷൻ, അതായത് h(y) മാത്രമേ ഉള്ളൂ. g(x) ഒന്നും ഇല്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? dy/√4 - y² = dx എന്ന് എഴുതാം. ഇനി എന്താണ്? ഇൻ്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. നമുക്ക് എന്താണ്? ഇപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇനി എന്താണ്? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതെന്ന് പറയുന്നത് എങ്ങനെ കിടക്കുന്നത്? 1/√a² - x² ആണ്. അപ്പോൾ അതെങ്ങനെ വരിക? sin inverse x/a എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ എയുടെ പൊസിഷൻ മീൻസ് എയുടെ ഇവിടുത്തെ വാല്യൂ എന്താണ്? a² എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ a എന്താണ്? 2 ആണ്. അപ്പോൾ sin inverse x/2 ആണ് വരിക. = ഇവിടെ ഇപ്പോൾ എന്താണ്? dx അല്ല y ആണല്ലേ. ഇനി ഇൻ്റഗ്രൽ dx എന്തെന്ന് വരും? = x + c എന്ന് വരും. അപ്പോൾ എന്തായി? sin inverse y/2 നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് എന്താണ്? സൈനിനെ വേണമെങ്കിൽ ഇങ്ങോട്ട് എടുക്കുക. വേണമെങ്കിൽ എന്നല്ല, നമുക്ക് y = ജനറൽ സൊല്യൂഷൻ അല്ലേ വേണ്ടത്. y' തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് y = എന്ന് കണ്ടെത്തണം. സോ y = നമുക്ക് എന്തെന്ന് എഴുതാം? sin of x + c. ദെൻ എന്താണ്? ഇവിടെ ഒരു 2 ഉണ്ടാവും. അതിനെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ y = 2 sin of x + c ആണ് എന്ത്? y' = √4 - y² എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ, അല്ല ജനറൽ സൊല്യൂഷൻ വരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതെന്തായാലും ഇതിൽ കാണാനില്ല. dy/dx + y ആണെന്ന് തോന്നുന്നുണ്ട്. = 1 ആയിരിക്കും. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് dy/dx + y = 1 ആണ്. y ≠ = 1 ആണെന്ന് തന്നിട്ടുണ്ട് അവർ. അപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ എന്താണ്? y വേണ്ട. dy/dx + y = 1 ആണ്. നമുക്ക് എന്ത് ചെയ്യാം? y ഇങ്ങോട്ട് എടുക്കാം. 1 - y കിട്ടിയിട്ടുണ്ട്. ഇതെന്ത് ചെയ്യണം? നമുക്ക് x ഇങ്ങോട്ട് എടുക്കാം. ദെൻ ഈ 1 - y നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ഇതാ ഇവിടെ താഴെ ഡിനോമിനേറ്ററിലൊക്കെ എടുക്കാം. എന്താണ്? 1 - y. അപ്പോൾ നമുക്ക് എന്താണ്? ഇവിടെ 1 - y കിടക്കുന്നുണ്ട്. അതിന് നമുക്ക് എന്താ? ഒരു u എന്ന് കൊടുക്കാം. u -dy = നമുക്ക് എന്താണ്? du എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? ഇവിടെ -du/u = dx. അതായത് ഇവിടെ ആദ്യം ഇൻ്റഗ്രേഷൻ വേണം. ആ ഇൻ്റഗ്രേഷനിലാണ് നമ്മൾ എന്ത് ചെയ്തത്? 1 - yക്ക് എന്തുട്ടാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്?
ഡി വൈ ഈസ് ഈക്വൽ ടു മൈനസ് ഡി. ഓക്കെ, ഇവിടെ എന്ത് വരും നമുക്ക് ആൻസർ ആയിട്ട്? മൈനസ് ലോഗ് യു ഈസ് ഈക്വൽ ടു ഇവിടെ ഇപ്പം എന്താ, ഇവിടെ എക്സ് എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് എന്ത് ഈ മൈനസിനെടുത്ത് ഇങ്ങോട്ട് എഴുതാം. ഇവിടെ ഒരു പ്ലസ് സിയും കൂടി വരും. അപ്പോൾ ഇവിടെ എന്തായി, ലോഗ് വൈ ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് സി എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുക, നമുക്ക് ലോഗ് വൈ അല്ലേ, നമുക്ക് ലോഗ് വേണ്ട. അപ്പോൾ എന്ത് ചെയ്യുക, ഈ എക്സ്പൊണൻഷ്യൽ എടുക്കുക, ലോഗ് വൈ. അപ്പോൾ എന്താണ്, ഇ ഓഫ് ലോഗ് വൈ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, ദെൻ ഇനി എന്താണ്, ഇതിലിപ്പോൾ വൈ കിട്ടും, വൈ ഈസ് ഈക്വൽ ടു, പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ്റ്റ് മൈനസ് എക്സ് കിട്ടും, ദെൻ ഇ റേസ്റ്റ് സി എന്നും കൂടി എഴുതി കൊടുക്കുക. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇ റേസ്റ്റ് ടു സി ഈസ് ഈക്വൽ ടു, ഇ റേസ്റ്റ് ടു സി ഈസ് ഈക്വൽ ടു എന്താണ്, ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ വേറൊരു കോൺസ്റ്റൻ്റ് ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും, വൈ ഈക്വൽ ടു എ റേസ്റ്റ് ടു മൈനസ് എക്സ് എന്ന് കിട്ടും. മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതാണ് എന്ത് നമുക്ക് തന്നിട്ടുള്ള എന്താണ്, വൈ ഡാഷ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ വരുന്നത്. മനസ്സിലായോ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, സീക്ക് സ്ക്വയർ എക്സ് ഇൻറ്റു ടാൻ വൈ ഡി എക്സ് പ്ലസ് സീക്ക് സ്ക്വയർ വൈ ഇൻറ്റു ടാൻ എക്സ് ആവും. ടാൻ എക്സ് ഡി വൈ ഈസ് ഈക്വൽ ടു ടാൻ എക്സ് ഡി വൈ ഈസ് ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ് സാധനം, സീക്ക് സ്ക്വയർ എക്സ് ഇൻറ്റു ടാൻ വൈ ഡി എക്സ്. എന്തെന്നാണ്, സീക്ക് സ്ക്വയർ എക്സ് ഇൻറ്റു ടാൻ വൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്തെന്നാണ്, സീക്ക് സ്ക്വയർ വൈ ടാൻ എക്സ് ഡി വൈ. അങ്ങനെ മീൻസ് പ്ലസ് ആണ് ഇവിടെ, ഈസ് ഈക്വൽ ടു 0 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം അങ്ങോട്ട് മാറ്റി എഴുതാം, ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് എടുത്ത് എഴുതി. ഇനിയിപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ എക്സിൻ്റെ സീക്ക് കൊടുക്കുന്നുണ്ട്, ഇവിടെ ടാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സീക്ക് സ്ക്വയർ എക്സ് ബൈ ടാൻ എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് സീക്ക് സ്ക്വയർ വൈ ബൈ ടാൻ വൈ ഡി വൈ എന്ന് എഴുതാം. എന്താ ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഇൻ്റഗ്രേഷൻ ചെയ്താൽ മതി രണ്ട് സൈഡിലും. ഇവിടെ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ആണ് എന്ത്, ടാൻ എക്സ്, അതായത് ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് സീക്ക് സ്ക്വയർ ആയിട്ട് അവിടെ എടുക്കുന്ന ആൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ടാൻ എക്സ് ഈസ് ഈക്വൽ ടു നമുക്കൊരു യു എന്ന് കൊടുക്കാം. ഇവിടെ ടാൻ വൈ ഈസ് ഈക്വൽ ടു ഒരു കെ എന്ന് കൊടുക്കാം. വേർ ഡി കെ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും, സീക്ക് സ്ക്വയർ വൈ ഡി വൈ എന്ന് കിട്ടും. അപ്പോൾ ഈ ആളെ മൊത്തത്തിൽ നമ്മൾ എന്താക്കിന്ന് ഡി കെ എന്നാക്കി, ഡി കെ മൈനസ് പുറത്തുണ്ട് ബൈ കെ ഈസ് ഈക്വൽ ടു, ഇനി ഇവനെ ഡി യു ഈസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ യു ഡി യു എന്ന് എഴുതാം. അല്ല, എക്സ് ആണ്, അപ്പോൾ എക്സ് ഡി എക്സ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്തത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, പുറത്തും നമ്മൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, ഡെറിവേറ്റീവ്സ് എടുക്കണ്ടായിരുന്നു, അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ വരിക, ഇവിടെ എന്ന് പറഞ്ഞാൽ ആരാടുന്ന് നമ്മൾ യു അല്ലേ കൊടുത്തു, അപ്പോൾ ഡി യു ബൈ യു എന്ന് കിട്ടും. ഇതിനെ നമുക്ക് എന്താണ് ലോഗ്, രണ്ട് സൈഡിൽ നമുക്ക് ലോഗ് കിട്ടും, ഒരു സൈഡിൽ മൈനസ് ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ലോഗ് ആരാ, യു പ്ലസ് ഒരു സി ഇട്ട് കൊടുത്തു, മൈനസ് ലോഗ് ആരാണ്, കെ ഇസ് ഈക്വൽ ടു, അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ജസ്റ്റ് വൈയുടെ ഭാഗം. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താണ്, ഈ മൈനസ് നമുക്ക് അപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വെറുതെ. എന്നിട്ട് ഇവിടുത്തെ ആളാരാ, ടാൻ വൈ അല്ലേ, അവിടെ എഴുതി കൊടുക്കുക. എന്താണ്, ടാൻ വൈ ആണ്. അപ്പോൾ എന്തായി, നമുക്കിതൊന്ന് അങ്ങനെ വായിച്ചു കളയാം. അപ്പോൾ ലോഗ് ടാൻ വൈ, ദെൻ ഇവിടെ ലോഗ് യു ഉണ്ട്, അത് യു ആരാണ്, ടാൻ എക്സ് ആണ്. അപ്പോൾ ഇങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോൾ എന്താ, പ്ലസ് ആണ് ലോഗ് ടാൻ എക്സ് ഇസ് ഈക്വൽ ടു സി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ, ഇത് ലോഗ് എ ലോഗ് ബി, അപ്പോൾ എന്താ നമുക്ക് ഇത് ലോഗ് എ ബി എന്ന് എഴുതാം. അപ്പോൾ ലോഗ് ഓഫ് ടാൻ വൈ ടാൻ എക്സ് ഈസ് ഈക്വൽ ടു ഒരു സി എന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമുക്കെന്താണ്,
ഇതിലിപ്പോൾ വൈ കിട്ടാൻ സാധ്യതയില്ല, വേണമെങ്കിൽ എടുക്കാമെന്ന് മാത്രം. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ എക്സ്പോണൻഷ്യൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? ടാൻ എക്സ് ടാൻ വൈ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു സി എന്ന് കിട്ടും. ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ ഈസ് ഈക്വൽ ടു ആരാ? ഇ റേസ് ടു സി. ഇ റേസ് ടു സിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു സീന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം, അല്ലെങ്കിൽ സീന്ന് തന്നെ എഴുതി കൊടുക്കാം. മനസ്സിലായോ? അല്ല, അവിടെയും കൂടി ലോഗ് ഉണ്ട് ഇല്ലേ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഇതാണെന്ത് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് വൈകി എടുക്കുകയാണെങ്കിൽ ഇല്ല. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതന്നെയാണ് ആൻസർ. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. വൈ ഈസ് ഈക്വൽ ടു എന്ന് കിട്ടാത്ത ഒരു എക്സെപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ്. സോ യു ഹാവ് ടു നോട്ട് ഇറ്റ് ഡൗൺ. അടുത്ത ക്വസ്റ്റ്യൻ എന്തെന്നാണ്? ആദ്യത്തെ നമ്മളോട് ജനറൽ സൊല്യൂഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജനറൽ സൊല്യൂഷനായിട്ട് വൈ ഈസ് ഈക്വൽ ടു എന്നുള്ള ഫോമിലല്ലാതെ ഒരു ആൻസർ കിട്ടിയിട്ടുണ്ട്. ബാക്കി ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻസിന് കിട്ടുമെന്ന് നമുക്ക് നോക്കാം, ചെയ്ത് നോക്കാം. അപ്പോൾ പ്രോബ്ലംസ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം ഇതാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ആ ഒരു മെത്തേഡിൽ എന്താണ് നമുക്ക് വൈ ഈക്വൽ ടു എന്നുള്ള ആൻസർ കിട്ടുമെന്ന് വിചാരിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡി വൈ മൈനസ് ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ട്. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല. ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു എ മൈനസ് എക്സ് ഡി വൈ ആണ് മൈനസ് ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 0. നമുക്ക് എന്ത് ചെയ്യാം? ഈ 0 വായിച്ച് കളഞ്ഞിട്ട് ഇവിടെ ഇട്ട് കൊടുക്കുക, മൈനസ് ഇട്ട് കൊടുക്കുക, ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് എഴുതാം. ദെൻ ഇതിനകത്തെല്ലാം എക്സ് ആണ്. സോ എന്താണ്? ഇവരേനും ഇട്ടിട്ട് കൊടുക്കുക. അപ്പം എന്തായിട്ടുണ്ട്? ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് എഴുതി. അപ്പോൾ എന്തായി? ഇനി എന്താണ്? ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്തണം സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ കിട്ടും, വൈന്ന് കിട്ടും. ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോം നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ ചാപ്റ്ററിലും ഇങ്ങനത്തെ വരാറുണ്ട്. ഒന്നുമില്ല. ഇ റേസ് ടു എക്സ് പ്ലസ് ഇ ടു ദ പവർ എക്സ് പ്ലസ് ഇ ടു ദ പവർ മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവൻ്റെ ഡെറിവേറ്റീവാണ് ആ മേലെ കിടക്കുന്ന ആളാരാണ്? ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് എന്നുള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വെച്ചാൽ കണ്ട് ശീലമുള്ള ക്വസ്റ്റ്യനാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫോമാണ്. അപ്പോൾ യു ഈക്വൽ ടു നമ്മൾ എന്താണ് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ദെൻ ഡി യു ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ്. ദെൻ ഇവന് ഡി യു എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം, ഡിനോമിനേറ്ററിന് യു എന്ന് കൊടുക്കാം. അപ്പോൾ ഡി യു ബൈ യു ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? ലോഗ് എക്സ് പ്ലസ് ഒരു സി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്താണ്? വൈ ഈസ് ഈക്വൽ ടു ലോഗ് എക്സ് പ്ലസ് സി എന്ന് സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എന്ത്? ജനറൽ സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് ലോഗ് എക്സ് അല്ല യു ആണ് കിട്ടിയിട്ടുണ്ടാവുക. അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. എന്തെന്നാണ്? ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് സി. അപ്പോൾ നമ്മുടെ ഡി വൈ ബൈ ഡി എക്സ് ആരായിരുന്നു? ഡി വൈ ബൈ ഡി എക്സ് ആരായിരുന്നു? ഇതായിരുന്നു. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമ്മളുടെ വൈ ഡാഷ് ഇസ് ഈക്വൽ ടു ആരാണ്? ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡ് ബൈ ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ്. മനസ്സിലാവുണ്ടോ? വൈ ഡാഷ് ഇസ് ഈക്വൽ ടു ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് വൈ സ്ക്വയർ. ഇതാണ് നമുക്കവർ തന്നിട്ടുണ്ടായിരുന്ന കറക്റ്റ് ഫോമിൽ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കിടക്കും. നല്ല രസമുണ്ട് കാണാൻ. എക്സിൻ്റെ ഒരു ഫംഗ്ഷൻ ഇൻറ്റു വൈൻ്റെ വേറൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട് അവിടെ. ഇത്ര നേരത്തെ ചെയ്തതിലൊന്നും ഇല്ല എന്നല്ല പറയുന്നത്, എന്നാലും അത് ഭംഗിയുണ്ട് കാണാൻ. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ആരാ? 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ എന്താ വരിക? ഇവനെങ്ങോട്ട് എടുക്കും? ഡി വൈ ബൈ ഡി വൈ ഡിവൈഡ് ബൈ 1 പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആരാ? 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. എന്താണ് ഇൻ്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ്? വി ഗെറ്റ് എന്താണ് കിട്ടുക? ഇവിടെ ഇപ്പോൾ 1 പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാരാ? 1 പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ആരാ? വൈ ബൈ എ വരും, അതിന് പകരം 1. അപ്പോൾ ടാൻ ഇൻവേഴ്സ്
ഈസ് ഈക്വൽ ടു ഇവിടെ എന്താ വരിക എക്സ് പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് ഒരു സി എന്ന് വരും. നമുക്ക് വേണമെങ്കിൽ ആ 3 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടൊക്കെ എഴുതാം. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ ചെയ്യുക, ഇതിനങ്ങനെ വൈ ഈക്വൽ ടു ഇങ്ങനെ എഴുതാം, ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് സി. അപ്പോൾ വൈ ഈക്വൽ ടു എന്ന് ആണെങ്കിൽ ഇങ്ങനെ എഴുതാം, അതല്ലെങ്കിൽ ജസ്റ്റ് നേരത്തെ കിട്ടിയ ഇൻറ്റഗ്രേഷൻ്റെ സൊല്യൂഷൻ കിട്ടിയ പോലെ തന്നെ കിടന്നോട്ടെ എന്ന് വിചാരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 7ാമത്തെ ക്വസ്റ്റ്യൻ, വൈ ലോഗ് വൈ ഡി എക്സ് മൈനസ് എക്സ് ഡി വൈ. എന്താണ് വൈ ലോഗ് വൈ ഡി എക്സ് മൈനസ് എക്സ് ഡി വൈ ഇസ് ഈക്വൽ ടു 0. എങ്ങനെ ചെയ്യും നോക്കാം. y log y dx minus x dy is equal to 0. ആദ്യം എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് ഇടണം ഈ മൈനസിൻ്റെ ആ ടൈമിന്. എന്നിട്ട് എന്ത് ചെയ്യണം, ഡി വൈ ബൈ ഡി എക്സ് എന്താണെന്ന് എഴുതണം. ഡി വൈ ബൈ ഡി എക്സ് വേണ്ട, ഡി വൈ ബൈ ഡി എക്സ് അല്ല, നമുക്ക് എന്താണ് വൈയും എക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി, സെപ്പറേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഡി എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, ഡി വൈ ബൈ വൈ ലോഗ് വൈ. ഇതിലിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 1/y കിടക്കുന്നുണ്ട്, ഇവിടെ 1/x കിടക്കുന്നുണ്ട്, ലോഗ് വൈ കിടക്കുന്നുണ്ട്. ഇതിലിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ഡെറിവേറ്റീവാണ് ഇവൻ അല്ലേ. അപ്പോൾ എന്താണ് ഇങ്ങനൊരു ഫങ്ഷനല്ല, മീൻസ് 1/y log y എന്നുള്ള ഫോമിൽ ഇൻ്റഗ്രേഷനിൽ നമുക്ക് വരാറുണ്ട്. അപ്പോൾ എന്താണ് അത് ശ്രദ്ധിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. പറഞ്ഞതാ തോന്നുന്നു. ഇവിടെ ഇപ്പോൾ ഇതെന്തോ ലോഗ് എക്സ് വരും പ്ലസ് ഒരു സി വരും. ഇനി ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ് ഇവൻ്റെ ഡെറിവേറ്റീവാണ് കിടക്കുന്ന ആൾ. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ ലോഗ് വൈ ഈക്വൽ ടു ആരാന്ന് ഒരു യു എന്ന് കൊടുക്കുക. അപ്പോൾ ഡി യു ഈക്വൽ ടു ആരാ വരിക, 1/, ഇവനെന്താ വൈ ഡി വൈ എന്ന് വരും. അപ്പോൾ എന്താ 1/, മീൻസ് ഡി വൈ ബൈ വൈ എടുക്കേണ്ട അവിടെ. അവനെ നമുക്ക് മൊത്തത്തിൽ എന്തെന്ന് കൊടുക്കാം, ഡി യു എന്ന് കൊടുക്കാം. ലോഗിന് എന്ത് കൊടുക്കാം, യു എന്ന് കൊടുക്കാം. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക നമുക്ക്, അതിൻ്റെ ആൻസർ ലോഗ് യു എന്ന് വരും. ലോഗ് യു എന്ന് വരും. ഇനി യു എന്താണ്, യുവിന് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ലോഗ് വൈനാണ്, ലോഗ് ഓഫ് ലോഗ് വൈ. ഇങ്ങനെ കിട്ടി. അപ്പോൾ എന്ത് ചെയ്യണത്, ഇനി നമ്മളെന്താ ചെയ്യാറ് സാധാരണ, എക്സ്പോണൻഷ്യൽ എടുക്കും, രണ്ട് സൈഡിലും എടുത്തു. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, അപ്പോഴത്തെ ഒരു ലോഗ് ക്യാൻസലായി പോകും, പിന്നെന്താ ഒരു ലോഗും കൂടി എടുക്കുന്നുണ്ട്, ലോഗ് വൈ ഈസ് ഈക്വൽ ടു. അപ്പോൾ എന്ത് വരും, എക്സ് പ്ലസ് ഇ റൈസ് ടു സി എന്ന് എടുക്കും. അപ്പോൾ നമുക്കെന്താണ് ഈ റൈസ് ടു സിക്ക് എന്താണ്, അതൊരു കോൺസ്റ്റൻ്റ് അല്ലേ, നമുക്കെന്താണ് വേറൊരു സി വരും, ഒരു C1 എന്ന് പുട്ട് ചെയ്ത് കൊടുക്കും. വെറുതെ മനസ്സിലാവുണ്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്നും കൂടി ഈ എക്സ്പോണൻഷ്യൽ എടുക്കുക. അപ്പോൾ എന്താ കിട്ടുക, e⁴ log y ഈസ് ഈക്വൽ ടു e⁴x പ്ലസ് C1 എന്ന് കിട്ടും. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, y ഈസ് ഈക്വൽ ടു e റൈസ് ടു എക്സ് പ്ലസ് C1 എന്ന് വേണമെങ്കിൽ എഴുതി കൊടുക്കാം. നമുക്ക് തൽക്കാലം എന്താണ് ഇതിൽ നിർത്താം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യൻ വരുന്ന x⁵ dy ബൈ ഡി എക്സ് ഇസ് ഇക്വൽ ടു മൈനസ് y⁵ എന്നാണ്. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്തെന്നാണ് x⁵ അല്ലെങ്കിൽ dy ബൈ ഡി എക്സ് ഇസ് ഇക്വൽ ടു മൈനസ് y⁵. ഇവൻ ഇങ്ങോട്ട് വരും. അപ്പോൾ എന്താ മൈനസ് ഓഫ് dy ബൈ y⁵ ഇസ് ഈക്വൽ ടു എന്താ വരിക, dx ബൈ x⁵ എന്ന് വരും. ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇതെന്താണ് y⁻5 എന്നുള്ള ഫോമിലാണ് കിടക്കണം. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ +1 ബൈ -5 +1 എന്ന് കിട്ടും. അതിൻ്റെ ആൻസർ എന്താ വരിക, മീൻസ് y⁻4 ബൈ -4 എന്നാണ് വരിക. മനസ്സിലായോ. ഇനി ഇവിടെ മുമ്പിൽ ഒരു മൈനസ് ഉണ്ട്, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്ത് കൊടുക്കുക. ഇനി എന്താണ് ഈസ് ഈക്വൽ ടു ആരുണ്ട്, x⁻4 ബൈ -4 എന്ന് വരും. പ്ലസ് എന്താ ഒരു സി വരും. അപ്പോൾ എന്താണ് നമുക്കെന്താണ് ഇവനെ ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ എന്ത് വരിക, y⁻4
പ്ലസ് ഇവ ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് മൈനസ് സോ ദെൻ എക്സ് റേസ് ടു മൈനസ് 4 എന്താ വരിക ഹോൾ ഡിവൈഡ് ബൈ 4 ഈസ് ഇക്വൽ ടു സി എന്ന് വരും. ദെൻ 4 വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് എഴുതാം. അപ്പം എന്താ വരിക എക്സ് ടു ദ പവർ മീൻസ് വൈ റേസ് ടു മൈനസ് 4 പ്ലസ് എക്സ് റേസ് ടു മൈനസ് 4 ഈസ് ഇക്വൽ ടു 4c എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ സി എന്ന് വിളിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഡി വൈ ബൈ ഡി എക്സ് ഇക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് അല്ലേ? ഇതിലിപ്പോൾ എന്താണ് ഇത് ഇങ്ങോട്ട് കൊടുക്കുക വൈ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഇവിടെയും ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് എന്താണ് ഈസി ആയിട്ട് വൈ എന്ന് കിട്ടും. ഇനി ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ് സൈൻ ഇൻവേഴ്സ് എക്സ് ഡി എക്സ് ആ കിടക്കുന്നത്, അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ എന്താ വരിക സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് 1 ഡി എക്സ് മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഇവൻ്റെ ഡെറിവേറ്റീവ് എന്താ 1/√1 മൈനസ് എക്സ് സ്ക്വയർ, പിന്നെ എന്താ വരിക ഇൻറ്റഗ്രൽ ഓഫ് മറ്റേ 1. അപ്പോൾ എന്താ വരിക എക്സ്. ഇനി എന്താണ് ഇവൻ്റെ എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ്. ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് ഇല്ല കേട്ടോ, വെച്ചോളാം നമുക്ക്. ആൻസർ ആയിട്ട് എന്താ എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് വരും മൈനസ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇൻറ്റഗ്രൽ എക്സ് ഡി എക്സ് ബൈ √1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എക്സ് ഡി എക്സ് അവിടെ കിടക്കുന്നുണ്ട്, അടിയിൽ കിടക്കുക മീൻസ് റൂട്ടിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആരാണ് എക്സ് ടു ദ പവർ 2 ആണ്. അപ്പോൾ അവൻ്റെ ഡെറിവേറ്റീവ് ആണ് ആ എക്സ്. സോ നമുക്ക് എന്താണ് യു ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് കൊടുക്കാം. സോ ഡി യു ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും -2x dx എന്ന് കിട്ടും. അപ്പോൾ എക്സ് ഡി എക്സ് അവിടെ കിടക്കുന്നുണ്ട് -2നെ നമുക്ക് അടിയിലേക്ക് എടുക്കാം. മനസ്സിലായോ? അപ്പോൾ എന്താ വരിക എക്സ് ഡി എക്സിന് പകരം നമുക്ക് എന്താണ് ഡി യു ബൈ -2 ഇത് കൊടുക്കും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താ വരിക ഇനി എന്താണ് ഈ 1 മൈനസ് ആ റൂട്ടിന് നമ്മളെന്താണ് യു കൊടുത്തതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ 1/2 ഉണ്ടാവും. ഇൻറ്റഗ്രൽ 1/u du എന്ന് പറഞ്ഞാൽ ആൻസർ എന്താ വരിക ലോഗ് യു എന്ന് വരും. യുൻ്റെ വാല്യൂ എന്താണ്, അല്ലെങ്കിൽ യുക്ക് നമ്മൾ അറിയുന്നത് കൊടുത്തിട്ടുണ്ടായിരുന്നു 1 മൈനസ് ആരാ എക്സ് അല്ല തെറ്റാ ലോഗല്ല റൂട്ടാണ് വരിക, റൂട്ട് ഓഫ് യു ആണ് വരിക. റൂട്ട് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനാരാ വരിക സോറി ഇവിടെ +1/2 ഉണ്ട്, ഇൻറ്റഗ്രൽ റൂട്ട് യു ഡി യു ആണ് വരുന്നത്. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് യു ടു ദ പവർ -1/2. അപ്പോൾ +1/1 മൈനസ് 1/2 ഇതെന്താ വരിക ഇത് 1/2 വരും. ഇവിടെ എന്താണ് 1/2 വരും, ദാറ്റ് ഈസ് റൂട്ട് മീൻസ് എന്താണ് റൂട്ട് യു എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് റൂട്ട് യു എന്ന് വരും ബൈ 1/2 കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 1/2 ഉണ്ട്, ഇവിടെ ഒരു 1/2 ഉണ്ട്. അപ്പോൾ നമ്മളതിനെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ എന്താ വരിക എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ് വൈ ഈക്വൽ ടു 1 കേട്ടോ പ്ലസ് എന്താണ് ഒരു റൂട്ട് യു എന്ന് പറഞ്ഞാൽ 1 മൈനസ് എക്സ് സ്ക്വയർ അല്ലേ. ശ്രദ്ധിച്ചോ ഇതും വരാറുള്ള ടൈപ്പ് ഓഫ് ഒരു എന്താണ് ഈ ഒരു ഫോം നമുക്ക് വരാറുണ്ട്. കൂടെ ആരും കൂടി ഉണ്ടാവും, ഒരു പ്ലസ് സിയും കൂടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് എന്താണ് 10ാമത്തെ ക്വസ്റ്റ്യൻ e raised to x tan y dx plus 1 minus e raised to x sec square y dy is equal to 0. അപ്പോൾ എന്താ ചെയ്യുക മീൻസ് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. എങ്ങനെ ചെയ്യുക എന്താണ് e raised to x tan y dx plus 1 minus e raised to x into ആരാണ് sec square y dy വരും is equal to 0 ആണ്.
നമ്മളെന്ത് ചെയ്യണം, ആദ്യം മൈനസിനെ മീൻസ് ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യും, ഓക്കെ ഇവിടെ എന്താണ്, ഇവിടെ ഒരു e raised to x by 1 minus e raised to x dx എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു ഇവിടെ ആരാണ്, 6 സ്ക്വയർ y by tan y dy എന്നും കിട്ടും. സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ഇവൻ്റെ ഡെറിവേറ്റീവാണ് ഇവൻ. അപ്പോൾ എന്താ ചെയ്യുക, 1 മൈനസ് e raised to x is equal to ഒരു u എന്ന് കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് e raised to x dx is equal to du എന്ന് കിട്ടും. അപ്പോൾ നമുക്കൊരു മൈനസിൻ്റെ കുറവുണ്ട്, അത് നമുക്ക് പുറത്തെഴുതാം. അപ്പോൾ എന്തായി, യു ആയി, ഇവിടെ ഡി യു ആയി. അപ്പോൾ എന്താ വരിക, ഈസ് ഈക്വൽ ടു, ഇനിയിപ്പോൾ എന്താണ്, ഇവിടെ ടാൻ വൈയും 6 സ്ക്വയർ വൈയും നേരത്തെ പോലെ തന്നെ. അപ്പോൾ ടാൻ വൈ ഈക്വൽ ടു നമ്മളെന്താ കെ എന്ന് കൊടുത്തു. ഡി കെ ഈസ് ഈക്വൽ ടു ആരാ, 6 സ്ക്വയർ വൈ ഡി വൈ എന്ന് കൊടുത്തു. അപ്പോൾ ഡി കെ ബൈ കെ എന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇൻ്റഗ്രൽ ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, ലോഗ് കെ എന്ന് വരും. ലോഗ് കെ എന്ന് വരും. കേക്കാരെ കൊടുത്ത് ഉണ്ടായിരുന്നത് നമ്മൾ ടാൻ വൈ ആണ്. ഓക്കെ, ദെൻ ഇവിടെ എന്ന് പറഞ്ഞാൽ ആരാണ്, ലോഗ് യു എന്ന് വരും. അപ്പോൾ യുവിന് നമ്മൾ ആരേനെ എടുത്തിട്ടുണ്ടായിരുന്നു, പ്ലസ് ഒരു സി ഉണ്ടാവും കേട്ടോ. ആരേനെ എടുത്തിട്ടുണ്ടായിരുന്നു, 1 മൈനസ് e raised to എക്സിനെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, പ്ലസ് സി ഇസ് ഈക്വൽ ടു ലോഗ് ടാൻ വൈ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ എക്സ്പോണൻഷ്യൽ എടുക്കുക എന്ന് വിചാരിക്കും. നമുക്ക് എന്താണ് ഇങ്ങനെ ഒരു മൈനസ് ഇല്ല കേട്ടോ. നമുക്കത് എന്താണ് ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് എടുത്തപ്പോൾ നമ്മളറിയാതെ പോയതാണത്. എന്താണ്, e raised to x tan y dx മൈനസ് ഈക്വൽ ടു മൈനസ് ഓഫ് 1 മൈനസ് e raised to x. അപ്പോൾ എന്ത് ചെയ്യും, ഇതിനകത്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ e raised to x മൈനസ് 1 എന്ന് കിടക്കും. അപ്പോൾ ഇവിടെ നിന്ന് കിടച്ചാൽ ഇതാണുള്ളത്, ഇവിടെ ഈ സാധനം മാത്രമേ ഉള്ളൂ. സോ എന്താണ്, മൈനസ് വരില്ല. ദെൻ അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, e raised to ഈ സാധനം. അപ്പോൾ എന്താ വരിക, ഇവിടെ നിന്ന് ഇപ്പോൾ ലോഗും ഐയും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആരാ വരിക, ടാൻ വൈ ഇസ് ഈക്വൽ ടു ആരാ വരിക, 1 മൈനസ് e raised to x എന്ന് വരും, പ്ലസ് സി എന്ന് വരും. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സമയമില്ല. സോ നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് മറ്റൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അടുത്ത എന്താണ്, ജനറൽ സൊല്യൂഷൻ അല്ല, പെർട്ടിക്കുലർ സൊല്യൂഷൻ കാണാനാണ് 11 മുതൽ 14 വരെയുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, 10-23 ക്വസ്റ്റ്യൻസ് എടുക്കുന്നുണ്ട്. സോ എന്താണ്, വീഡിയോസൊക്കെ യൂസ്ഫുള്ളാണെന്ന് കരുതുന്നു. +1 തൊട്ടിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ള ആളുകൾ ജസ്റ്റ് വീഡിയോസൊക്കെ കാണണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം.